പ്രവാചകൻ മൂസയുടെ ചരിത്രം അധ്യായം 6. മൂസ ആ തീ കണ്ട ദിക്കിലേക്ക് ഓടിച്ചെന്നു. അവിടെ എത്തിയപ്പോൾ ഒരു അശരീരിയാണ് കേട്ടത്. ഞാൻ നിൻ്റെ ദൈവമാണ്, നീ നിൻ്റെ ചെരുപ്പ് അഴിച്ചു വെക്കുക, പരിശുദ്ധമായ താഴ്വരയിലാണ് നീ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. മൂസ തൻ്റെ ചെരുപ്പ് അഴിച്ചു വെച്ചു. അങ്ങനെ ദൈവം ഞാൻ നിന്നെ പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞാൻ പറയുന്നതൊക്കെ നീ സശ്രദ്ധം ശ്രവിക്കുക. ഞാനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു ദൈവവുമില്ല. നീ നമസ്കാരം നിലനിർത്തണം. എൻ്റെ സ്മരണയെ എന്നെന്നും നിലനിർത്താൻ വേണ്ടിയുള്ളതാണത്. ഈ ലോകം ഒരിക്കൽ നശിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ദൈവം മൂസയോട് ചോദിക്കുകയാണ്, നിൻ്റെ കയ്യിൽ എന്താണുള്ളത്? മൂസ പറഞ്ഞു, എൻ്റെ കയ്യിൽ വടിയാണ്. അത് ആടുകൾക്ക് ഇല തച്ച് കൊടുക്കാൻ വേണ്ടി ഉള്ളതാണ്. അതുപോലെ യാത്രയിൽ ക്ഷീണിക്കുമ്പോൾ ഞാനതിൽ ഊന്നി നടക്കാറുണ്ട്. അതുകൂടാതെ മറ്റ് പല പ്രയോജനങ്ങളും അതുകൊണ്ടുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞു, നീ നിൻ്റെ വടി നിലത്തിടുക. അത് നിലത്തിടേണ്ട താമസം വലിയൊരു സർപ്പമായിട്ട് മാറുകയാണ്. മൂസ പേടിച്ച് ഭയന്നോടി പിന്തിരിഞ്ഞോടി. അപ്പോൾ ദൈവം മൂസയെ വിളിച്ചിട്ട് പറഞ്ഞു, മൂസ, നീ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. ദൈവദൂതന്മാർ എൻ്റെ മുമ്പിൽ ഒരിക്കലും ഭയപ്പെടുകയില്ല. മൂസ, നീ ആ സർപ്പത്തെ പിടിക്കുക, നിൻ്റെ വടി പഴയതുപോലെ തന്നെ ആയിത്തീരും. അങ്ങനെ മൂസ ഭയപ്പാടോടുകൂടി തന്നെ അതിനെ പിടിച്ചു. പക്ഷേ പഴയ വടിയെ ആയി മാറുകയും ചെയ്തു. പിന്നീട് ദൈവം പറഞ്ഞു, നീ നിൻ്റെ വലത് കൈ ഇടത് കക്ഷത്തിൽ എൻ്റെ ആ ഭാഗത്ത് വെക്കുക. അങ്ങനെ മൂസ തൻ്റെ വലത് കൈ ആ ഭാഗത്ത് വെച്ച ഉടനെ തന്നെ ആ കൈ വെട്ടിത്തിറങ്ങുകയാണ്. അപ്പോൾ ദൈവം മൂസയോട് പറഞ്ഞു, ഇത് നിനക്ക് നൽകപ്പെടുന്ന 2 ദൈവിക ദൃഷ്ടാന്തങ്ങളാണ്.